ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. ഒപ്പം തന്നെ കൃപയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനവുമായി അല്പസമയം നിങ്ങളുടെ നടുവിലായിരിക്കുമ്പോൾ അത് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ വിടുതലായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. പ്രത്യേകിച്ച് എന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, നമ്മുടെ കൃപയെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും എല്ലാവരെയും ഒരുപോലെ ദൈവം അനുഗ്രഹിക്കട്ടെ. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് ചില നാളുകൾക്ക് ശേഷം ഞാൻ നിങ്ങളുടെ നടുവിൽ വചനമായിട്ട് വരാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. എന്നെ ചിന്തിപ്പിച്ച ഒരൊറ്റ ചിന്ത നിങ്ങളുടെ നടുവിൽ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥനയോടെ ആയിരുന്ന ആ ഒരൊറ്റ വാക്ക് മതിയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഭയങ്കരമായ ദൈവപ്രവൃത്തി നടക്കാൻ. ഞാൻ ഇങ്ങനെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. 1 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 19-ാം വാക്യം. എന്നാൽ ശമൂവേൽ വളർന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു, അവൻ്റെ വചനങ്ങളിലൊന്നും നിഷ്ഫലമായി പോകുവാൻ ഇടവന്നില്ല. ദാൻ മുതൽ ബർശാവ് വരെയുള്ള ഇസ്രായേലൊക്കെയും ശമൂവേൽ യഹോവയുടെ വിശുദ്ധ പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു. ഒറ്റ വാക്യത്തിൽ അത് നമുക്ക് പറയാൻ കഴിഞ്ഞാൽ യഹോവയുടെ വലിയ വിശുദ്ധ പ്രവാചകനായി ശമൂവേലിനെ ദൈവം തിരഞ്ഞെടുത്തു. ആരാ ശമൂവേൽ? ഹന്നയുടെ മകനാണ് ശമൂവേൽ. ഹന്ന ദൈവം തൻ്റെ ഗർഭത്തെ അടച്ച ഹന്ന എന്ന് പറഞ്ഞ ഗർഭത്തെ അടച്ചു. തനിക്ക് മാനുഷികമായ ചിന്തകൾക്കൊന്നും ചെയ്യാൻ കഴിയാതെ, ഈ ലോകത്തിനൊന്നും ചെയ്യാൻ കഴിയാതെ ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന പോലെ ദൈവാത്മാവ് ഇന്ന് ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യനെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയാത്ത ചില വിഷയത്തിന്മേൽ ദൈവത്തിന് ഇടപെടാൻ കഴിയും. ദൈവത്തിന് നിന്റെ വിഷയത്തെ തൊടാൻ കഴിയും. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു. ഇവിടെ വിഷമവുമായി ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുക. ദൈവസന്നിധിയിൽ ചെന്നിട്ട് പറയുക, ദൈവമേ, എൻ്റെ ഈ ഒരു നിന്ന മാറിയാൽ, എൻ്റെ ഈ ഒരു നിന്ന മാറിയാൽ ഞാൻ എന്ത് ചെയ്യാം? നിനക്ക് എൻ്റെ തലമുറയെ തരാം. അവനോട് നേർച്ച നേർന്നു. എന്താ നേർച്ച? നീ എൻ്റെ ഈ നിന്ന എന്ന് പറഞ്ഞ അടിയനെ അടിയൻ്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അവനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്ത അടിയൻ അവനെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. ആമേൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ തീരുമാനത്തിലേക്ക് എത്തി. കർത്താവ് എൻ്റെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തെ ഒന്ന് മാറ്റിയാൽ, എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനെ ഒന്ന് മാറ്റിയാൽ, എൻ്റെ ഇപ്പോഴത്തെ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന സാഹചര്യത്തിനകത്ത് നിങ്ങളെ തൊടുവാൻ കഴിവുള്ള, നിങ്ങളുടെ ജീവിതത്തെ തൊടാൻ കഴിവുള്ള ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം ഹന്നയെ തൊട്ടതുപോലെ നിങ്ങളെ ഇന്ന് പകൽ തൊടാൻ പോകുകയാന്ന്. കരയണ്ട എന്ന് പറഞ്ഞ, ഇനി നീ കരയണ്ട എന്ന് പറഞ്ഞൊരു ദൈവം ഹന്നയുടെ കരച്ചിൽ നിർത്തിയതുപോലെ പരിശുദ്ധാത്മാവെ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന, എന്നെ